ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. ഇനി എത്ര വയസ്സായാലും നരച്ച് മുടി കറുപ്പാക്കാൻ വേണ്ടി നമുക്ക് ഇത് കൊണ്ടൊന്ന് തൊട്ട് നോക്കും. ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒറ്റത്തവണ മാത്രം മതി അടിപൊളി റിസൾട്ട് കിട്ടുന്ന കിടക്കാച്ച ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ എടുക്കുന്ന കരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നിച്ച് വേണം ഇതിങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കരിഞ്ചീരകം നമ്മുടെ മുടീനെ നല്ല കറുപ്പാക്കാനും മുടി നല്ലപോലെ കിളുക്കാനും സഹായിക്കുന്നതാണ് കരിഞ്ചീരകം. അതുപോലെ തേയിലപ്പൊടി നമ്മുടെ മുടി നല്ല തിക്നെസ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നല്ലൊരു കളറ് നമ്മുടെ നരച്ച മുടിയുടെ കളർ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കളറിനെ കൊണ്ടുവരാനും തേയിലപ്പൊടിയും കരിഞ്ചീരകവും സഹായിക്കുന്നതാണ്. ഇത് നമുക്കൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കത്തിച്ച് കരിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇപ്പം നിങ്ങൾക്കൊരു കർപ്പൂരം വെച്ച് കത്തിച്ച് കരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയായത് കാരണം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചാലും മതി. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ നെല്ലിക്കാപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാത്താ പൗഡർ കാണും, എല്ലാവർക്കും അറിയാമായിരിക്കും. കാത്താ പൗഡർ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, മുടി കറുപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കാത്താ പൗഡർ. അതാണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ നല്ല മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറയിലോ അല്ലെങ്കിൽ കല്ലിലോ എന്തെങ്കിലും വെച്ചൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യം നെറ്റിയുടെ സൈഡിലത്തെ നരകളൊക്കെ മാറാനും മുടിയിലെ ഉള്ളിലൊക്കെ നരയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഇരുമ്പോൾ തെളിഞ്ഞ് നിൽക്കുന്ന നരകളെല്ലാം മാറാൻ വളരെ നല്ലൊരു ഇതാണ്. ഇത് നമ്മൾ തേച്ച് ഉടനെ പുറത്തു പോകാൻ പറ്റും. അതുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ആ ഒരു പൊടിയിലേക്ക് ഞാൻ നമ്മുടെ കറ്റാർ വാഴ ജെല്ലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കറുപ്പ് നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. നല്ല അടിപൊളി റിസൾട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ നെറ്റിയിൽ നരയുടെ ഇത് കണ്ട് തലയുടെ ഈ ഒരു സൈഡിൽ നരയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അത് ഞാനൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പോകുമ്പോഴത്തേക്കും നിങ്ങളിത് ഇതേ രീതിയിലൊന്ന് ചെയ്തിട്ട് ഒരു ടവൽ കൊണ്ടൊന്ന് തുടച്ച് നോക്കൂ. ടവലിലും പിടിക്കത്തില്ല, നമ്മൾ തലത്തുണി ഇടുവാണെങ്കിൽ ഷാളിലും പിടിക്കത്തില്ല, കയ്യിലും ഒട്ടിപ്പിടിക്കത്തില്ല. തേച്ച് ഉടനെ നമുക്ക് പുറത്തും പോകാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് നേരം കഴിയുമ്പോൾ മുടി ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു ചീപ്പും കൊണ്ടൊക്കെ ഈരിയതിന് ശേഷം നിങ്ങളൊരു തുണി എടുത്ത് തുടച്ച് നോക്കൂ. അതൊരു തുള്ളി പോലും ഒരു ബ്ലാക്ക് കളർ പിടിക്കത്തില്ല. കണ്ട, ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. അതിലൊരു തുള്ളി പോലും ഒരു കളർ പിടിച്ചിട്ടില്ല. കണ്ട, അതിൻ്റെ കയ്യിലാണേലും ഞാൻ കൈ ഒന്ന് തൂത്ത് നോക്കി, എന്നിട്ട് അതിലും കളർ പിടിച്ചിട്ടില്ലായിരുന്നു. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കെമിക്കലൊന്നും മേടിച്ചടിക്കാതെ തന്നെ തുടർച്ചയായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ നരച്ച മുടിയെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മുടിക്ക് നല്ല സംരക്ഷണമാണ് നമ്മുടെ കരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടിയൊക്കെ വളരെ നല്ലതാണ് മുടിക്ക്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. കണ്ട് എൻ്റെ കയ്യിലും ഇത് ഞാൻ തൂത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ഒരു കളർ നമ്മുടെ കയ്യിലോ തുണിയിലോ ഒന്നും പിടിക്കത്തില്ല കേട്ടോ. അതുപോലെ നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിൽ തന്നെ നമ്മുടെ തലയണി കവറിൽ ഒന്നും പിടിക്കത്തില്ല കളറൊന്നും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ മുടി അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഒതുങ്ങി കെട്ടിയിട്ടുണ്ട്. കാരണം പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.